ഈ വിഷയത്തിൽ ഇനി നമ്മൾ തിരിച്ച് ഈ സർവകലാശാലകൾക്കും കോളേജുകൾക്കും നൽകിയ നിർദ്ദേശത്തിലേക്ക് തന്നെ പോവുകയാണ്. ശ്രീ സന്ദീപ് വാര്യർ ഇപ്പോൾ നമ്മളോടൊപ്പം ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ സന്ദീപ് വാര്യർ, 2021 നരേന്ദ്രമോദിയുടെ ആഹ്വാനപ്രകാരം ഇങ്ങനെയൊരു ദിനാചരണം ആരംഭിക്കുന്നത്. ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യത്തിൻ്റെയും നമ്മുടെ സ്വാതന്ത്ര്യം കിട്ടിയതിൻ്റെ ഓർമ്മയും ഒക്കെ ആണെങ്കിൽ അതിൽ നമ്മൾ നഷ്ടപ്പെടുത്തേണ്ടി വന്നത് എന്താണ് എന്ന് ഓർക്കാൻ വേണ്ടി ഇങ്ങനൊരു ദിനം എന്നതായിരുന്നു ഈ കൺസെപ്റ്റ്. ഇങ്ങനൊരു ദിനം ആചരിക്കുന്നത് കൊണ്ട് എന്താണ് പ്രശ്നമെന്നാണ് താങ്കൾ കരുതുന്നത്? സ്വാതന്ത്ര്യദിനം ആഘോഷിക്കാൻ തങ്ങൾക്ക് അർഹതയില്ല എന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ BJP തുടങ്ങിയിട്ടുള്ളതാണ് ഈ വിഭജന ഭീതി ആഘോഷിക്കാൻ, അല്ലെങ്കിൽ വിഭജനവുമായി ബന്ധപ്പെട്ട് മനുഷ്യർക്കിടയിലുള്ള വിഭജനത്തെ ആഘോഷിക്കാൻ കഴിയുന്ന ലോകത്തെ ഒരേ ഒരു ജീവിവർഗം എന്ന് പറയുന്നത് സംഘപരിവാറുകാരാണ്. അവർ അത് ആഘോഷിക്കും, സ്വാഭാവികമാണ്. വിദ്വേഷവും വെറുപ്പും ആഘോഷിക്കുകയും ഇന്ത്യയുടെ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കാൻ തങ്ങൾക്ക് യാതൊരു അർഹതയും ഇല്ല എന്ന അവരുടെ തിരിച്ചറിവിന്റെ ഭാഗമായിട്ട് ഈ ആഘോഷത്തെ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും കേരളത്തിൽ ഈ പരിപ്പ് വേവാൻ പോകുന്നില്ല എന്ന് പ്രതിപക്ഷ നേതാവ് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. കേരളത്തിലെ പൊതുസമൂഹം ഇവരുടെ ഈ BJPയുടെ വർഗീയ വിദ്വേഷ ആഹ്വാനം പരിപൂർണമായ മനസ്സോടുകൂടി ഒറ്റക്കെട്ടായി തള്ളിക്കളയും എന്നുള്ളതിൽ തർക്കമൊന്നും വേണ്ട. ഇവിടെ മനുഷ്യർക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കുക, വിദ്വേഷമുണ്ടാക്കുക, വെറുപ്പുണ്ടാക്കുക, അതിലൂടെ രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെ ഏത് നെറുകെട്ട രീതിയും സ്വീകരിക്കാൻ മടിയില്ലാത്ത ഈ സംഘപരിവാറിനെതിരായിട്ടുള്ള ഒരു വലിയ മുന്നേറ്റം രാജ്യത്തുടനീളം വരികയാണ്. ഇപ്പോൾ രാജ്യത്ത് ഈ വോട്ടർ പട്ടികയിലെ കൃത്രിമം, അതുമൂലം ഈ രാജ്യത്തെ ഭരണം പിടിച്ചെടുക്കാൻ വേണ്ടി വോട്ടർ പട്ടികയിൽ കൃത്രിമം കാണിച്ചത് രാഹുൽ ഗാന്ധി എക്സ്പോസ് ചെയ്തതിനു ശേഷം രാജ്യത്ത് ജനങ്ങളെല്ലാവരും, പ്രത്യേകിച്ച് ചെറുപ്പക്കാർ, ഈ സർക്കാരിനെതിരാണ്, നരേന്ദ്രമോദിക്കെതിരാണ്, വലിയ തോതിൽ ജനവികാരം അവർക്കെതിരായി മാറിയിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടി രാജ്യത്തെ യൂണിവേഴ്സിറ്റികളിലടക്കം വർഗീയ വിദ്വേഷം, വിഭജനം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള പരിശ്രമമാണ് നടക്കുന്നത്. അതിനുവേണ്ടി RSSന്റെ കേരളത്തിലെ ഏജന്റ് ആയിട്ടുള്ള കേരളത്തിലെ ഗവർണർ അതിനുവേണ്ടി മുന്നിട്ട് നിൽക്കുന്നു. തീർച്ചയായിട്ടും അതിനെതിരായിട്ടുള്ള ഒരു വലിയ പോരാട്ടം കേരളത്തിലെ പൊതുസമൂഹം ഒറ്റക്കെട്ടായി നയിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. ശ്രീ സന്ദീപ് വാര്യർ, സ്വാതന്ത്ര്യം എന്നത് യാഥാർത്ഥ്യമാണെങ്കിൽ വിഭജനവും ഒരു യാഥാർത്ഥ്യമാണ്. ഇന്ന് പോലും വിഭജനത്തിന്റെ ഭീതി ദിനത്തിൽ എണ്ണമറ്റ ആളുകൾ സഹിച്ച പ്രക്ഷോഭങ്ങളെയും വേദനയെയും ഓർക്കുന്നു എന്നാണ് പ്രധാനമന്ത്രി എക്സിൽ കുറിച്ചിരിക്കുന്നത്. അവരുടെ മനക്കരുത്തിനെ ആദരിക്കാനുള്ള ദിവസമാണിതെന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ വിഭജനത്തിന്റെ ആ ഭീതി നിലനിന്ന ആ ദിവസത്തെ ഓർക്കുന്നതിൽ അതൊരു യാഥാർത്ഥ്യമാണല്ലോ. വിഭജനം നടക്കാൻ പോകുന്ന, ആശങ്ക ഉണ്ടാക്കാൻ പോകുന്ന, അല്ലെങ്കിൽ അങ്ങനെ ആളുകളിൽ ഭീതി ഉണ്ടാക്കാനുള്ളൊരു ദിനമല്ല, അത് നടന്നു കഴിഞ്ഞതാണ്. നമ്മൾ അതിന്റെ വേദന, ഈ രാജ്യത്തിന്റെ ഹൃദയം പേറുന്നതാണ് ആ വേദന. അങ്ങനെ ഒരു ദിവസം ഓർക്കുന്നതിൽ എന്ത് തെറ്റുണ്ടെന്നാണ് താങ്കൾ കരുതുന്നത്? കാരണം ഇപ്പോൾ ഈ പറയുന്നത് രാജ്യത്തെ വിഭജിക്കാനുള്ള ശ്രമമാണെന്ന് പറയുന്നു. ഇത് ഒരു വിഭജനത്തിന്റെ നോവ് നമ്മുടെ ഉള്ളിൽ എന്നും നിലനിൽക്കുന്നില്ല, അതെന്തെങ്കിലും മാറുന്ന ഒന്നാണോ? അത് ഓർക്കുന്നത് കൊണ്ട് എന്താണ് തെറ്റ്? അല്ല, അത് ഓർക്കുന്നത് കൊണ്ട് തെറ്റില്ല. പക്ഷെ അത് ദിനാചരണമായി ആചരിക്കുകയും സമൂഹത്തിൽ വിദ്വേഷം കലർത്താനുള്ള ഉപാധിയാക്കി തീർക്കുകയും ചെയ്യുമ്പോഴാണ് എതിർപ്പുള്ളത്. വിഭജനത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞോട്ടെ, വിഭജനത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്, നമ്മുടെ ചരിത്ര പുസ്തകങ്ങളിലുണ്ട്, നമ്മുടെ യൂണിവേഴ്സിറ്റി പുസ്തകങ്ങളിലുണ്ട്. അതുമായി ബന്ധപ്പെട്ട പാഠ്യവിഷയമാണ്. അത് ചരിത്രപരമായിട്ട് കുട്ടികൾ പഠിക്കേണ്ടതാണ്, നമ്മുടെ സമൂഹം തിരിച്ചറിയേണ്ട കാര്യമാണ്. പക്ഷേ അത് പഠിക്കുന്ന നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം വീണ്ടും ഓർക്കാൻ പറയുന്നു, അല്ലെങ്കിൽ അതിനൊരു ദിനം. നമുക്കറിയാം എന്തൊക്കെ ദിനങ്ങൾ നമ്മൾ ഓരോ വർഷവും, ഇപ്പോൾ പുതിയ ദിനങ്ങൾ ഓരോ ദിവസം വരുന്നത് താങ്കളും ഞാനും ഒക്കെ കാണുന്നതാണല്ലോ. അങ്ങനെ ഒരു ദിനം ആചരിക്കാൻ പറഞ്ഞതുകൊണ്ട് എന്താണ് ഇന്ത്യയിൽ സംഭവിക്കുക എന്നാണ് കരുതുന്നത്? ഇവിടെ നമ്മളിപ്പോൾ കേരളത്തിലാണെങ്കിലും നമുക്ക് എല്ലാവർക്കും ഇതൊക്കെ അറിയുന്നതാണ്. പക്ഷെ ഇങ്ങനെ ഒരു ദിനം ആചരിച്ചതുകൊണ്ട് നമ്മുടെ ഉള്ളിൽ എന്ത് മാറ്റമാണ് ഉണ്ടാവാൻ പോകുന്നത്? അല്ല, അത് ആചരിക്കാൻ വേണ്ടി ആഹ്വാനം ചെയ്യുന്നവരുടെ ഉള്ളിലിരിപ്പ് കൃത്യമായിട്ട് അറിയുന്നത് കൊണ്ടായി പറയുന്നത്. അവരുടെ ഉള്ളിലിരിപ്പ് എന്ന് പറയുന്നത് രാജ്യത്ത് ഒരു മതപരമായ ധ്രുവീകരണം ഉണ്ടാക്കുക എന്നുള്ളതാണ്. അവർ നിഷ്കളങ്കരാണ് എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? അതീവ നിഷ്കളങ്കമായിട്ടാണ് നരേന്ദ്രമോദി സർക്കാർ ഈ ഒരു ആഹ്വാനം നടത്തിയിട്ടുള്ളതെന്ന് ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ അവർ വാസ്തവത്തിൽ ചോറുണ്ടെന്നവരല്ല എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ.